മാർത്തോമാ വിഷന്റെ ഈ ആഴ്ചയിലെ എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഭോപ്പാലിൽ നിന്ന് 23 കിലോമീറ്റർ ദൂരത്ത് സഹേദ് ഗഞ്ച് ഗ്രാമത്തിൽ ആരംഭിച്ച മിഷൻ പ്രവർത്തനമാണ് ക്രിസ്ത പ്രേമകുലം മാർത്തോമാ മിഷൻ. സ്വാതന്ത്ര്യ സമര രംഗത്ത് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയോടൊപ്പം പ്രവർത്തിച്ച വ്യക്തിയാണ് ടി ടൈറ്റസ്. അദ്ദേഹം സഭയ്ക്ക് നൽകിയ 25 ഏക്കർ സ്ഥലത്ത് ആരംഭിച്ച സുവിശേഷ പ്രവർത്തനമാണ് ക്രിസ്ത പ്രേമകുലം മാർത്തോമാ മിഷൻ. ഈ മിഷന്റെ പ്രാരംഭ പ്രവർത്തകരായിരുന്നു റവറൻ MC വർഗീസ്, ശ്രീ NV ഫിലിപ്പ്, ശ്രീ TK മത്തായി, റവറൻ MM എബ്രഹാം. ഭോപ്പാൽ റായ്സൻ ദേശീയ പാതയോരത്ത് ഇപ്പോൾ 12 ഏക്കർ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന സഹേദ് ഗഞ്ച് ആശ്രമം, ഹോസ്റ്റൽ കെട്ടിടം, സ്കൂൾ കെട്ടിടം, മിഷൻ വീട്, സുവിശേഷകരുടെ ഭവനം, ഫലവൃക്ഷങ്ങൾ, കൃഷിയിടം എന്നിവയാൽ സമ്പന്നമാണ്. ഗാന്ധിജിയോടൊപ്പം ദണ്ഡിയാത്രയിൽ പങ്കെടുത്ത 3 മലയാളികളിൽ ഒരാളും ഏക ക്രിസ്ത്യാനിയുമായിരുന്ന ടൈറ്റസ്, ഖാദി വിദ്യാർത്ഥിയായ രാഘവനും ജാമിയ സർവകലാശാലയിലെ ബിരുദ വിദ്യാർത്ഥിയായ കൃഷ്ണൻ നായരുമായിരുന്നു മറ്റ് 2 മലയാളികൾ. മാരാമൺ ഗ്രാമത്തിലെ തേവർത്തുണ്ടിയിൽ ടൈറ്റസ് മെട്രിക്കുലേഷൻ വിദ്യാഭ്യാസത്തിന് ശേഷം വടശ്ശേരിക്കരയിലെ ഒരു സ്കൂളിൽ കുറേ കാലം 12 രൂപ ശമ്പളത്തിൽ അധ്യാപക ജോലി ചെയ്തു. തുടർന്ന് അലഹബാദ് അഗ്രികൾച്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഡയറി ഡിപ്ലോമ കരസ്ഥമാക്കി. സബർമതി ആശ്രമത്തിലെ ശാസ്ത്രീയമായും വൃത്തിയായും പശുക്കളെ പരിപാലിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ക്ഷീരവിദഗ്ധനായ 1929 ഗാന്ധിജിക്കൊപ്പം ചേർന്നു. ആശ്രമജീവിതം ടൈറ്റസിനെ ഗാന്ധിയൻ ആദർശത്തിലേക്ക് അടുപ്പിച്ചു. ഗാന്ധിജിയുടെ ജീവിത രീതിയും തത്വങ്ങളും ലാളിത്യവും അദ്ദേഹത്തെ വളരെയധികം സ്വാധീനിച്ചു. ഖാദി വസ്ത്രം ധരിച്ചു തുടങ്ങി. സസ്യാഹാരം ശീലിച്ചു. ഗാന്ധിജിയോടൊപ്പം ജീവിതം അദ്ദേഹത്തിന് സന്തോഷകരമായിരുന്നു. मैं प्रभु को धन्यवाद देना चाहता हूँ जो कि उन्होंने मुझे एक अवसर दिया है, और मैं धन्यवाद देता हूँ मेरे अच्चन को, उन्होंने मुझे कुछ बोलने का मौका दिया, धन्यवाद देता हूँ। मेरा नाम सीताराम कुशवाहा है। मैं बचपन से सन 2009 से यहाँ रह रहा हूँ। अभी मैं कॉलेज में हूँ। मैं अभी BTech सेकेंड ईयर कर रहा हूँ इसी ब्रांच से, बंसल कॉलेज से, जो कि ट्रांसपोर्ट नगर आनंद में है। और मैं धन्यवाद देना चाहता हूँ आश्रम को, जिन्होंने मुझे, मैं छोटे से लेकर अभी तक मेरे हर एक पढ़ाई में, मेरे हर एक चीज़ में, मेरे हर एक जो मुझे कठिनाइयाँ रही हैं,
सब में मेरा साथ दिया। मुझे जो चीज़ की ज़रूरत पड़ी है, जो मुझसे ना हो पाया है, जैसे मेरे कॉलेज की फ़ीस, मेरे स्कूल की फ़ीस, सब शुरू से लेकर आखिर तक सब हमारे आश्रम के अच्छे लोगों ने मुझे मदद करी। तो मैं बहुत बहुत धन्यवाद देता हूँ। ഗ്രാമങ്ങളിലെ ആതുര ശുശ്രൂഷ രംഗത്തുള്ള അപര്യാപ്തതയെ ഒരു പരിധിവരെ നേരിടുവാൻ മിഷന്റെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ ക്യാമ്പുകൾക്ക് സാധിച്ചു എന്നത് പ്രശംസനീയമാണ്. സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ടുള്ള SHC സംഘങ്ങൾ, തയ്യൽ ക്ലാസുകൾ, പാരമ്പര്യ തൊഴിലുകളിലെ വിന്യാസം എന്നിവ എടുത്തു പറയേണ്ടതാണ്. ഗ്രാമങ്ങളിലെ നിരക്ഷരരായ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ മുൻനിർത്തി ആരംഭിച്ച ഗ്രാംജ്യോതി സ്കൂളുകൾ അന്ധകാരത്തിൽ നിന്ന് അക്ഷരപ്രകാശത്തിലേക്ക് അനേകം കുഞ്ഞുങ്ങളെ കൈപിടിച്ചുയർത്തുന്നതിന് സാധ്യമായിക്കൊണ്ടിരിക്കുന്നു. മാർത്തോമ ഗ്രാംജ്യോതി ഹൈസ്കൂൾ സഹേദ്ഗഞ്ച് കഴിഞ്ഞ 25 വർഷങ്ങളായി വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായ സംഭാവനകൾ നൽകുവാൻ കഴിയുന്നു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഗ്രാമങ്ങളിലെ കുട്ടികൾക്ക് ലഭ്യമാക്കുവാൻ സാധിക്കുന്നു. 325 കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തിൽ 17 അധ്യാപകരും 8 അനധ്യാപകരും സേവനം അനുഷ്ഠിച്ചു വരുന്നു. കഴിഞ്ഞ അധ്യയന വർഷം 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയ 99% കുട്ടികളും ഉന്നതമായ വിജയം കൈവരിച്ചു. വിദ്യാർത്ഥികളുടെ സമഗ്രമായ വളർച്ചയെ മുൻനിർത്തി കലാ കായിക അഭ്യസനം ലഭ്യമാക്കുന്നു. സുവിശേഷകരുടെ പ്രത്യേക ചുമതലയിൽ 6 ഗ്രാമങ്ങളിലായി നടക്കുന്ന ട്യൂഷൻ സെൻ്ററുകൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പിന്തുണയേകുന്നു. ശുചിത്വബോധം, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗ ദൂഷ്യങ്ങൾ, മൂല്യബോധ ക്ലാസുകൾ എന്നിവ നടത്തിവരുന്നു. അവധിക്കാല പഠന ക്യാമ്പുകൾ, VBSകൾ എന്നിവ കുട്ടികളുടെ ആധ്യാത്മിക പരിപോഷണത്തിന് കരുത്തേകുന്നു. സദ്ഗുണ്ട, ഗോപീശ്വർ, രാജീവ് നഗർ, ടാൻഡ മുതലായ 12 ഗ്രാമങ്ങളിലാണ് സെഹദ്ഗഞ്ച് ആശ്രമത്തിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിച്ചിരിക്കുന്നത്. സുവിശേഷകരായി ശ്രീ ബിനോയ് കുരുവിള, ശ്രീ സുശീൽ കുമാർ യാദവ്, ശ്രീ ഭോല മറാവി എന്നിവർ പ്രവർത്തിക്കുന്നു. മിഷണറിയായി റവറൻഡ് മജു മാത്യു സേവനം അനുഷ്ഠിച്ചു വരുന്നു. സാമൂഹിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ അതിശക്തമായ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 70 വർഷക്കാലം നിർവഹിക്കുവാൻ മിഷന് സാധിച്ചു. प्रभु का स्तुति हो, प्रभु की महिमा के लिए आदर महिमा को मैं नमन करता हूँ। आज बहुत खुशी का दिन है कि मेरे को गवाही देने का मौका मिला। तो इस आश्रम को धन्यवाद देता हूँ कि प्रभु ने 1998 से लेकर 2005 तक इस आश्रम में मेरा बचपना बीता है और आज मैं डॉक्टर हूँ। आयुर्वेद से मैंने डॉक्टरी की है, PMLT पास आउट, ऑपरेशन थिएटर टेक्नीशियन हूँ और वर्तमान में प्रभु की सेवा का मैं अपने इस आश्रम से जो मैंने सीखा है, प्रभु के वचन से जो मैंने सीखा और आश्रम से जो सीखा है उसके लिए मैं सेवाकाई कर रहा हूँ लगातार 15 वर्षों से। और प्रभु के नाम से स्तुति हो कि मेरे परिवार में मेरे बच्चे सब लोग प्रभु की महिमा के लिए आगे बढ़ रहे हैं और प्रभु के सानिध्य में इस आश्रम के बदौलत है कि मैं यहाँ से निकल कर सेवाकाई कर पा रहा हूँ। बचपन से जब हमारे पास कुछ नहीं था, पढ़ाई लिखाई, हम उस अवस्था में रहते थे यहाँ पर लोग और जातिगत भेदभाव और कई प्रकार से मानसिकता से हम लोग ग्रस्त थे, लेकिन आज प्रभु का आशीर्वाद है कि हम लोग सबसे उठ करके एक भारतीय होने के नाते प्रभु की महिमा आज कर पा रहे हैं। हमारे लिए बहुत സപ്തതയുടെ നിറവിലായിരിക്കുന്ന ഈ മിഷനെ വ്യത്യസ്ത നിലകളിൽ സഹായിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും.
പ്രത്യേകമായി സാമ്പത്തികമായ പിന്നോക്കം നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ട്യൂഷൻ ഫീസ് നൽകുകയും അതോടൊപ്പം തന്നെ 3E മിനിസ്ട്രി, എംപവർമെന്റ്, എംപ്ലോയ്മെന്റ് ആൻഡ് എൻറിച്ചിങ്, ഈ പ്രവർത്തനങ്ങളിലൂടെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായം നൽകുന്നതിന് സാധിക്കും. വിശേഷാൽ മാർത്തോമ ഗ്രാമജ്യോതി സ്കൂളിൽ അധ്യാപകരായും മിഷൻ പ്രവർത്തനങ്ങളിൽ സന്നദ്ധ പ്രവർത്തകരുമായി പ്രത്യേകമായി നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ ഈ മിഷനെ ഓർക്കുകയും സഹായിക്കുകയും ചെയ്യണം. ത്രിയേക ദൈവത്തിന്റെ കൃപ നാം എല്ലാവരുടെ മേലും ഇന്നും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ.